JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ പരീക്ഷകൾക്കെല്ലാം തന്നെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്ക്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അല്ലേ. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് രൂപം കൊണ്ടത് എന്നാണ്? 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം ഏതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ബാങ്കിൽ ഉൾപ്പെടാതെ വിട്ടുനിന്ന ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? കേരള ബാങ്കിൽ ഉൾപ്പെടാതെ വിട്ടുനിന്ന ഒരു ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടല്ലേ, അത് ഏതാണത്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ് കേരള ബാങ്കിൽ ഉൾപ്പെടാതെ വിട്ടുനിന്ന ജില്ലാ സഹകരണ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിഭാഗങ്ങൾ. സഹകരണ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിഭാഗങ്ങൾ ഏതാണ്? കൃഷിക്കാര്, ചെറുകിട വ്യവസായികള്, കൈത്തൊഴിലുകാര്. സഹകരണ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിഭാഗങ്ങളാണ് ഏതൊക്കെയാണ്? കൃഷിക്കാര്, ചെറുകിട വ്യവസായികള്, കൈത്തൊഴിലുകാര്. കേരള ബാങ്കിന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി. കേരള ബാങ്കിന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? MS ശ്രീറാം കമ്മിറ്റി അല്ലെ. MS ശ്രീറാം കമ്മിറ്റിയാണ് കേരള ബാങ്കിന്റെ രൂപീകരണത്തെ കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ബാങ്കിന്റെ പ്രഥമ CEO ആരാണ്? കേരള ബാങ്കിന്റെ പ്രഥമ CEO ആരാണ്? PS രാജനാണ് അല്ലെ. PS രാജനാണ് കേരള ബാങ്കിന്റെ പ്രഥമ CEO. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഭാഗം 9B-യിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഭാഗം 9B-യിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 97-ാം ഭേദഗതി. വർഷം ഏതാണ്? 2011. 97-ാം ഭേദഗതിയാണ് 2011 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243 ZH, 243 ZT. ആർട്ടിക്കിൾ 243 ZH, 243 ZT. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സഹകരണ ചരിത്രത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഏതാണ്? സംസ്ഥാന സഹകരണ ചരിത്രത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഏതാണ്? സപ്ത വയനാട്. എവിടെയാണ്? വയനാട് ജില്ലയാണ് അല്ലെ. സംസ്ഥാന സഹകരണ ചരിത്രത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് സപ്ത. ഏത് ജില്ലയാണ്? വയനാട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര സഹകരണ ദിനം എന്നാണ്
ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ച. അന്താരാഷ്ട്ര സഹകരണ ദിനം എന്നാണ് ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ, സഹകരണ വാരം എന്നാണ്? ഇന്ത്യയില് നവംബർ 14 മുതൽ ഒരാഴ്ച സഹകരണ വാരമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയില് നവംബർ 14 മുതൽ ഒരാഴ്ച സഹകരണ വാരമായി ആചരിക്കുന്നു. സഹകരണ പതാക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹകരണ പതാക 1923 ICAയുടെ സമ്മേളനത്തിൽ തീരുമാനിച്ചനുസരിച്ചാണ് പതാക ഉണ്ടാക്കിയത്. 2:3 അനുപാതത്തിൽ മഴവില്ലിന്റെ നിറങ്ങൾ ചുവപ്പ് മുകളിലായി നെടുനീളത്തിലാണ്. അപ്പോൾ സഹകരണ പതാക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സഹകരണ വാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സഹകരണ പതാക. സഹകരണ വാരം ഇന്ത്യയിൽ നവംബർ 14 മുതൽ ഒരാഴ്ച സഹകരണ വാരമായി ആചരിക്കുന്നു. സഹകരണ പതാകയെ കുറിച്ച് 1923 ICAയുടെ സമ്മേളനത്തില് തീരുമാനിച്ചനുസരിച്ചാണ് പതാക ഉണ്ടാക്കിയത്. 2:3 അനുപാതത്തില് മഴവില്ലിന്റെ നിറങ്ങള് ചുവപ്പ് മുകളിലായി നെടുനീളത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ ആരംഭിച്ച സഹകരണ മന്ത്രാലയത്തിന്റെ ആപ്തവാക്യം. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സഹകരണ മന്ത്രാലയത്തിന്റെ ആപ്തവാക്യം എന്താണ്? സഹകരണത്തിലൂടെ സമൃദ്ധി. സഹകരണത്തിലൂടെ സമൃദ്ധിയാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സഹകരണ മന്ത്രാലയത്തിന്റെ ആപ്തവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ നെല്ല് കർഷകരുടെ സംഭരണ വിപണന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന സഹകരണ സംഘം. സംസ്ഥാനത്തെ നെല്ല് കർഷകരുടെ സംഭരണ വിപണന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന സഹകരണ സംഘം ഏതാണ്? കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം. കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം, KAPCOS. അടുത്ത ക്വസ്റ്റ്യൻ, സഹകരണം സംസ്ഥാന തലത്തില് സഹകരണ രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർമാരും ജില്ലകളിൽ ജോയിന്റ് രജിസ്ട്രാറും ഡെപ്യൂട്ടി രജിസ്ട്രാർമാര്, അസിസ്റ്റന്റ് രജിസ്ട്രാർമാര്, ഇൻസ്പെക്ടർമാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായുണ്ട്. സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാൻ ഓഡിറ്റ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഓഡിറ്റർമാർ എന്നീ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മൾ സഹകരണ സംസ്ഥാന തലത്തില് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. സംസ്ഥാന തലത്തില് സഹകരണ രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർമാരും ജില്ലകളില് ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഇൻസ്പെക്ടർമാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായുണ്ട്. സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാൻ ഓഡിറ്റ് ഡയറക്ടർ, അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഓഡിറ്റർമാർ എന്നീ ഉദ്യോഗസ്ഥരും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രി. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? അമിത്ഷായാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ് അല്ലെ? VN വാസവനാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സഹകരണ ചട്ടങ്ങൾ നിലവിൽ വന്നതെന്ന്. കേരളത്തിൽ സഹകരണ ചട്ടങ്ങൾ നിലവിൽ വന്ന എന്നാണ്? 1969 ജൂലൈ 14 കേരളത്തില് സഹകരണ ചട്ടങ്ങളൊക്കെ നിലവിൽ വന്നത്. കേരളത്തിലെ സഹകരണ ചട്ടങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 1969 ജൂലൈ 14. അടുത്ത ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രമാണങ്ങളിൽ ഒപ്പിടാൻ അധികാരമുള്ളയാൾ ആരാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രമാണങ്ങളിൽ ഒപ്പിടാൻ അധികാരമുള്ളയാൾ ആരാണ്? സെക്രട്ടറിയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രമാണങ്ങളിലൊക്കെ ഒപ്പിടാൻ അധികാരമുള്ളയാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം ഏത്? ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം ഏതാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ആണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം.
സഹകരണ നിയമത്തില് എത്ര വകുപ്പുകളുണ്ട്? 110 വകുപ്പുകളുണ്ട് അല്ലെ. 110 സെക്ഷൻസ് ഉണ്ട്. സഹകരണ നിയമത്തില് 110 വകുപ്പുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അല്ലെ. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി. സഹകരണ നിയമം വകുപ്പ് 65 അനുസരിച്ച് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനെ എന്തു വിളിക്കും? സഹകരണ നിയമം വകുപ്പ് 65 അനുസരിച്ച് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനെ എന്ത് വിളിക്കും? എൻക്വയറി ഓഫീസർ എന്ന് വിളിക്കും. എൻക്വയറി ഓഫീസർ എന്ന് വിളിക്കും. സഹകരണ നിയമം വകുപ്പ് 65 അനുസരിച്ച് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനെ എന്താണ് വിളിക്കുന്നത്? എൻക്വയറി ഓഫീസർ എന്ന് വിളിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 92 രാജ്യങ്ങളിലെ 248 സഹകരണ ഫെഡറേഷനുകളുടെ സംഗമ വേദിയാണ് ഏത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ICA. 92 രാജ്യങ്ങളിലെ 248 സഹകരണ ഫെഡറേഷനുകളുടെ സംഗമ വേദിയാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്ഥാപിതമായ വർഷം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്ഥാപിതമായ വർഷം എന്നാണ്? 1895. ആസ്ഥാനം ഏതാണ്? ബെൽജിയം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്ഥാപിതമായ വർഷം 1895. ആസ്ഥാനം ബെൽജിയം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1960 എന്താണ്? എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1960 എന്ന്. പക്ഷെ അത് എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കും ഉണ്ടാവില്ല അല്ലെ. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുള്ള ഒരു നിയമം. കേരളത്തിലെ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഒരു നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായ വർഷം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായ വർഷം എന്നാണ്? 1970 ആണ് അല്ലെ. 1970 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സ്ഥാപിതമായ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ലക്ഷ്യം എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ലക്ഷ്യം എന്താണ്? സംസ്ഥാന സഹകരണ യൂണിയൻ നിലവിൽ സഹകരണ വിദ്യാഭ്യാസം, സഹകരണം എന്നിവ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിശീലനം, സഹകരണ സംഘടനകളെ അതിന്റെ വളർച്ചയിലും സഹകരണ പ്രചരണം നടത്തുന്നതിനും സഹായിക്കുക. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ലക്ഷ്യം എന്താണ്? സംസ്ഥാന സഹകരണ യൂണിയൻ നിലവിൽ സഹകരണ വിദ്യാഭ്യാസം, സഹകരണം എന്നിവ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരിശീലനം, സഹകരണ സംഘടനകളെ അതിന്റെ വളർച്ചയിലും സഹകരണ പ്രചരണം നടത്തുന്നതിനും സഹായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം. കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം എന്നാണ്? 1945. 1945 കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ATM സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ലാ സഹകരണ ബാങ്ക്. ATM സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? എറണാകുളമാണ് അല്ലെ. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കാണ് ATM സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ സഹകരണ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിൽ അംഗത്വമുള്ള ഭാരതത്തിലെ ഏക സഹകരണ സ്ഥാപനം. അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തില് അംഗത്വമുള്ള ഭാരതത്തിലെ ഏക സഹകരണ സ്ഥാപനം ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി. അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തില് അംഗത്വമുള്ള ഭാരതത്തിലെ ഏക സഹകരണ സ്ഥാപനം ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിൽ അംഗത്വമുള്ള ഭാരതത്തിലെ ഏക സഹകരണ സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ,
ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലെ. വാഗ്ഭടാനന്ദൻ 1925 ഫെബ്രുവരി 23 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിതമായി. അപ്പോൾ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിൽ അംഗത്വമുള്ള ഭാരതത്തിലെ ഏക സഹകരണ സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. 1925 ഫെബ്രുവരി 23 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിതമായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.